പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചില നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന ദേശീയ മാധ്യമമാണ് ABP ന്യൂസ് എന്ന് പറയേണ്ടി വരും. ABP ന്യൂസും സീ വോട്ടറും കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിലും കോൺഗ്രസിന് ഒരു മുൻതൂക്കം പല സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് പോലും ഞെട്ടലുണ്ടാക്കുന്ന രീതിയിൽ സർവേയിൽ കോൺഗ്രസിന് മുൻതൂക്കം ആ സർവേ ഫലം പറഞ്ഞിരുന്നു. ഇതിൽ പക്ഷേ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. അത് സംഭവിച്ചാൽ കോൺഗ്രസ് എന്ന പാർട്ടി അതോടുകൂടി അസ്തമിക്കും ഈ രാജ്യത്ത്. ആ കോൺഗ്രസിൻ്റെ എല്ലാം തകർന്നു പോകുന്നൊരു സർവേ ഫല റിപ്പോർട്ട് കൂടി അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഉള്ള ഒരേ ഒരു സീറ്റ് റായ്ബറേലിയാണ്. റായ്ബറേലി കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ്. നാളിതുവരെ കോൺഗ്രസ് മാത്രം ജയിച്ച മണ്ഡലമാണ്. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇത്തവണ സോണിയാഗാന്ധി അവിടെ പരാജയപ്പെടുമെന്നുള്ള സൂചനകളാണ് ഈ സർവേ ഫലം പുറത്തു നൽകുന്നത്. 2019 1,67,178 വോട്ടുകൾക്കാണ് സോണിയാഗാന്ധി ദിനേശ് പ്രതാപ് സിംഗ് എന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ സർവേയിൽ പറയുന്നു ഈ ദിനേശ് പ്രതാപ് സിംഗിന് റായ്ബറേലി മണ്ഡലത്തിൽ 17% വോട്ട് വർദ്ധിച്ചിരിക്കുന്നു, സോണിയാഗാന്ധിക്ക് 8% വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന്. അതായത് സ്മൃതി ഇറാനി അമേഠിയിൽ 2019 രാഹുൽ ഗാന്ധി ഏത് വിധേനയാണോ തോൽപ്പിച്ചത് അതേ മാതൃകയിൽ തന്നെയാണ് ദിനേശ് പ്രതാപ് സിംഗ് ഇപ്പോൾ റായ്ബറേലിയിൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം സ്മൃതി ഇറാനി തമ്പടിച്ചുകൊണ്ട് 5 വർഷം അമേഠിയിൽ മുക്കിലും മൂലയിലും നടന്ന് ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരുന്നു 55,000 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് കെട്ടുകെട്ടിച്ച് വയനാട് എത്തിച്ചതെങ്കിൽ അതേ വഴിയിൽ BJPയുടെ നേതാവ് ദിനേശ് പ്രതാപ് സിംഗും കഴിഞ്ഞ 5 വർഷമായി ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് ഈ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് വലിയ ഞെട്ടലാണ്. കാരണം ബാക്കിയുള്ള സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും സോണിയാഗാന്ധി പരാജയപ്പെടുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അതൊരു വമ്പൻ തകർച്ചയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് രാജ്യം ഭരിക്കാനുള്ള സീറ്റ് ലഭിച്ചാൽ പോലും സോണിയാഗാന്ധിയുടെ പരാജയം പാർട്ടിക്ക് താങ്ങാൻ കഴിയില്ല. കുടുംബാധിപത്യമെന്ന് BJP പറയുന്നതിന് അടിവരയിട്ടുകൊണ്ട് ജനം കൂടി കുടുംബാധിപത്യക്കാരെ കെട്ടുകെട്ടിക്കുമ്പോൾ ഒരു പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. ഏതായാലും കോൺഗ്രസ് തലപൊക്കുകയാണ്. സോണിയാഗാന്ധിക്ക് സുരക്ഷിതമായ മണ്ഡലം കർണാടകത്തിലുണ്ടോ എന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.